ഹായ് ഫ്രണ്ട്സ്, അലന്യ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് വഴുതനങ്ങ വെച്ചിട്ട് ഒരു കറി ആണ് ഉണ്ടാക്കാൻ പോണത്. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടതായിരുന്നു ഈ വഴുതനങ്ങ റെസിപ്പി. അപ്പോൾ അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു. എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് സേവ് ചെയ്ത് വെച്ചതാണ്. അപ്പോഴാണ് ഏട്ടൻ വീട്ടിൽ പോയപ്പോൾ മേമയുടെ അടുക്കളത്തോട്ടത്തിലുണ്ടായ വഴുതനങ്ങ കൊടുത്തു വിട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അപ്പോഴാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി എടുത്തതാണ് ഞാൻ. അപ്പോഴാണ് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അത് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായത്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കണോ വേണ്ട വെച്ചിട്ടായിരുന്നു. കാരണം രസം ഉണ്ടാവില്ലേ അറിയില്ലല്ലോ. എന്തായാലും വേണ്ടിയില്ല, ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ അത് മാത്രം മതി കഴിക്കാൻ. അത് കൂട്ടിയിട്ടാണ് ഞാൻ ചോറുണ്ടത്. അത് മാത്രമേ ഞാൻ കറി എടുത്തില്ല, ഇത് മാത്രം കൂട്ടിയിട്ടാണ് ഞാൻ ചോറുണ്ടത്. ഏട്ടനും നല്ല ഇഷ്ടമായി, ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നും ഉപ്പേരി മാത്രമല്ല കഴിക്കുന്നത് അതായിട്ട്. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ്. എല്ലാവരും ചെയ്യണമൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വഴുതനങ്ങ ഒക്കെ മുറിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ മുറിച്ച് നോക്കുമ്പോൾ ഉണ്ട് നിറയെ പുഴുക്കുത്തുണ്ടായിരുന്നു. അപ്പോൾ പുഴുക്കുത്തിലൊക്കെ പുഴുക്കളും ഉണ്ടാകുന്നു. അപ്പോൾ പുഴുക്കുത്തുള്ള ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല നല്ല ഭാഗങ്ങൾ മുറിച്ചെടുക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണേലും മുറിച്ചെടുക്കുക. അങ്ങനെ വട്ടത്തിൽ മുറിക്കണമെങ്കിൽ വട്ടത്തിൽ മുറിക്കുക, അല്ല നീളത്തിലും അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഞാനപ്പോൾ ഇങ്ങനെയാണ് മുറിച്ചെടുത്തത്. അങ്ങനെ പുഴുക്കുത്തുള്ളതൊക്കെ മാറ്റി അരിഞ്ഞ് വെച്ചിട്ട് ഞാനത് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിരുന്നു. ഇനി പുഴുവൊക്കെ ഉണ്ടായതല്ലേ, ഞാൻ എപ്പോഴും വഴുതനങ്ങ ഇനി ഉപ്പേരിക്കായാലും അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുക. അതിന് ശേഷം ഞാൻ അപ്പോൾ 5 മിനിറ്റ് അതിന് ശേഷം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെളുത്തുള്ളി നന്നാക്കിയിട്ട് അതൊന്ന് ചതച്ചെടുത്തു. വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് ഈ കഴുകി വെച്ച വഴുതനങ്ങ അതിൽ നിന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ വഴുതനങ്ങ ഓൾറെഡി കഴുകി വെച്ചത്. അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില അങ്ങനെ കഴുകിയിട്ട് അതിലിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാതും കൂടിയിട്ട് നമ്മളെ കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് എല്ലായിടത്തും എല്ലാ വഴുതനങ്ങ ഫുള്ള് കവർ ചെയ്യുന്ന തരത്തിൽ ഫുൾ മിക്സ് ചെയ്ത് വയ്ക്കുക. കൈ ഏറ്റവും നന്നായിട്ട് ഞരടിയിട്ട് എല്ലായിടത്തേക്ക് എത്തുന്ന രീതിക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ആ കറിവേപ്പിലയും പിന്നെ ചതച്ച വെളുത്തുള്ളി എല്ലാതും കൂടിയിട്ട് ഒന്ന് ഞരടി വെക്കുക. അപ്പോഴത്തേന് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, കടുകൊന്നും ഇടണില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നേരെ പിന്നെ നമ്മൾ ആ പുരട്ടി വെച്ച ആ വഴുതനങ്ങ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീഡിയോ എടുക്കണതിൽ കുറേ പിഴവൊക്കെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. ഞങ്ങൾക്കിവിടെ ട്രൈപോഡൊന്നും ഇല്ല. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ശരിയാക്കി എടുക്കണം. അപ്പോൾ അത് ചീനച്ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി ഇതാവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിക്കുക. അങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ വെള്ളം ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വഴുതനങ്ങ വേഗം വേവുന്ന സാധനമല്ലേ. അപ്പോൾ നന്നായി മൂടി വെച്ചിട്ട് അതിങ്ങനെ ആവി കയറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം അറിയാമല്ലോ അതിൻ്റെ പാകമായിട്ടുണ്ടാവും.
അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ വഴുതനങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ചട്ടക എടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ നല്ല വേണം കേട്ടോ. എണ്ണ നല്ല ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. ഇങ്ങനെ വഴുതനങ്ങ പൊരിക്കാറുണ്ടാവും, ചിലവരൊക്കെ പൊരിക്കാറുണ്ടാവുമായിരിക്കും. കമൻറ്റ് ചെയ്യണം അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ എന്നിട്ട് അത് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ അത് ആ എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ നല്ല ഇതാവും. ആ വഴുതനങ്ങ ഇങ്ങനെ അധികം ഇങ്ങനെ വഴുതനങ്ങ ഓവറായിട്ട് കുക്കായിട്ട് അലിപിളി പോലെ ആവില്ലേ, അങ്ങനെ ആവാനും പാടില്ല. എന്നാൽ അങ്ങനെ കെടുക്കും വേണം. അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പം അതാണ് ഞാൻ വല്ലാണ്ട് ഇട്ട് ഇളക്കാത്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അതുണ്ടല്ലോ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ലടിക്കുമ്പോൾ ഞങ്ങളിവിടെ മീൻകറിയിൽ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് മീൻകറി വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലാണ് വരിക. ആ കറിവേപ്പിലയും ആ ഒരു വെളുത്തുള്ളിയും ഒക്കെ കൂടിയിട്ട് വെന്തിട്ടുള്ള മണം അങ്ങനെ വരുമ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു. ഞാൻ ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. എനിക്ക് അപ്പം തന്നെ ഇങ്ങനെ വായിൽ വെള്ളം വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്തോളം ഇഷ്ടമായി.